ഗൈസ്, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ഒരു മലയാളിയുടെ ചിറകിലേറിക്കൊണ്ട് ടീം ഇന്ത്യ തുടർച്ചയായിട്ടും രണ്ടാമതായ T20 കിരീടത്തിൽ മുത്തം ഇട്ടിരിക്കുകയാണ്. ഇപ്പോ കരുത്തരായ ന്യൂസിലാൻഡിനെ ഈ ഫൈനലിൽ 96 റൺസിന് തോൽപ്പിച്ച് ശക്തമായ കൂറ്റൻ വിജയം നേടിക്കൊണ്ട് ഈ കിരീടം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ അതിലെ ഈ മലയാളി സാന്നിധ്യമായ ചേട്ടന്റെ ആ ഒരു പങ്കെന്നുള്ളത് തീർത്തും വലുത് തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായക മത്സരത്തിൽ 97 റൺസ് നേടിക്കൊണ്ട് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയും തുടർന്നുള്ള ഇംഗ്ലണ്ടിനെതിരായ ആ ഒരു സെമി ഫൈനലിൽ 89 റൺസ് നേടിക്കൊണ്ട് ടീമിന്റെ ടോപ്പ് സ്കോററായി മാറിക്കൊണ്ട് ഈ ഒരു ഫൈനലിലും അതേപടി തന്നെ 89 റൺസ് എന്ന വലിയൊരു സംഭാവന തന്നെ ടീമിന് മുതൽക്കൂട്ടാവുന്ന വിധത്തിൽ നേടിക്കൊടുത്തതിലൂടെ ചേട്ടൻ മൂന്നാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും സ്വീകരിച്ചുകൊണ്ട് താൻ ലേറ്റ് ആണാലും ലേറ്റസ്റ്റ് ആതാ വരുവേ എന്നൊരു പ്രസ്താവന തന്നെയാണ് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഒരു തുടർച്ചയായിട്ടുള്ള രണ്ടാം വേൾഡ് കപ്പ് വിജയത്തിന്റെ ഈ സിനാരിയോ രണ്ട് തരത്തിൽ തിരിച്ചാൽ സഞ്ജുവിന് മുന്നേയും സഞ്ജു വരുന്നതിന് ശേഷവും എന്നുള്ള കണക്കെടുത്താൽ സഞ്ജുവിന് മുന്നേ എന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത് ബാറ്റിംഗ് ഓർഡറിൽ ഇഷാനെ ആശ്രയിച്ചുള്ള ഈ പ്രകടനമായിരുന്നു ടീമിന്റെ ടോപ്പ് ഓർഡർ ആയാലും മിഡിൽ ഓർഡർ ആയാലും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ സഞ്ജു വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് ടീമിനെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. അഭിഷേക് ശർമ്മ ഇന്നത്തെ പ്രകടനം പുള്ളിയുടെ എടുത്തു പറയേണ്ടതാണ്. നല്ല രീതിക്ക് തന്നെ ഒരു നല്ല 50 ആണ് ഇന്ന് പുള്ളി ടീമിന് വേണ്ടി സ്കോർ ചെയ്തത്. അപ്പൊ ഫുള്ളി ടീമിന് അടിമുടി ഒരു ബാറ്റിംഗ് ഓർഡറിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഞ്ജുവിന് എന്തോ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇത്രയും മാച്ച് കൊണ്ട് തന്നെ സഞ്ജുവും കാണിച്ചതെന്നും മറ്റ് ടീം അംഗങ്ങളും ഇന്ത്യക്ക് വേണ്ടി ഫുൾ അവരുടെ മാക്സിമം എഫേർട്ട് പുറത്തെടുത്തുകൊണ്ട് തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഫൈനലിലെ മികച്ച പ്രകടനങ്ങളുടെ ആ ഒരു വിലയിരുത്തൽ നടത്തിയതിൽ അക്സർ പട്ടേലിനെ എടുത്ത് തന്നെ പറയണം. കഴിഞ്ഞ 2024 T20 വേൾഡ് കപ്പ് ഫൈനലിലും പുള്ളി ഇന്ത്യ തകർന്നിരിക്കുന്ന സമയത്ത് 3 വിക്കറ്റിന് 47 എന്ന ആ ഒരു ടൈമിലായിരിക്കണം പുള്ളി കടന്നു വരിക. കോഹ്ലിയോടൊത്ത് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് സഹകരിച്ച പുള്ളി തന്നെ ഇന്നത്തെ ഫൈനലിലും പുള്ളിയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ 3 വിക്കറ്റുകൾ, അതും 3 ഡേഞ്ചർ പ്ലേയേഴ്സിന്റെ ഡാരൽ മിച്ചൽ അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്സ് അട്ടർ ഡേഞ്ചർ ആയിട്ടുള്ള ഫിന്നലന്റെ വിക്കറ്റ് എടുത്ത് അക്സർ പട്ടേൽ കളിയുടെ ഗതി തന്നെ ടോട്ടലി തുടക്കമേ അങ്ങനെ ഇന്ത്യക്ക് നേടിക്കൊടുക്കാനായിട്ട് വലിയ കാരണമായി. എന്തായാലും സന്തോഷമാണ്, സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ ആകെയുള്ള മൊത്തം ടീമും ഒരുമിച്ച് തന്നെ ഫുൾ എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു കൊയ്തെടുത്ത ഒരു വേൾഡ് കപ്പ് വിജയം എന്ന് തന്നെ പറയണം. എല്ലാവരും അവരവരുടേതായ ഒരു എഫേർട്ട് എടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പ് ഇന്ത്യക്കും 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ അർഹമായി തീർന്നത്.